എങ്ങോട്ടാണ് യാത്ര? എങ്ങോട്ടാണ്? ആരാന്റെ തൊടുക്ക് ഇവലെന്തൊക്കെ തള്ളിക്കൊടുന്നു. മയിലുണ്ടാവുന്നൊക്കെ പറയണ്ടോള് കേട്ടോ. ഓള് വെറും തള്ളാണ് ഗൈസ്, തള്ള്. 4 മയിൽപ്പീലി. എന്താണ് 4 മയിൽപ്പീലി? മയിലല്ല, മയിൽപ്പീലി. ഒരു പഴയ കുളമുണ്ട്. കുളിക്കാറൊന്നുമില്ല ഇനി, പക്ഷെ ഒരു അമ്പലക്കുളമാണ്, അതുകൊണ്ട് ആരും പോകില്ല, പേടിയാണ്. ഈ ഒരു തറവാട് വീടാണ്, ഈ ഹിന്ദുക്കളാണ്, നായന്മാരെന്നൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പോൾ ഒരു വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നാടൻ മാങ്ങകളാണ്, വലിയ വലിയ മരങ്ങൾ. ഒരു 3-4 ഉണ്ടായിരുന്നു. 4 ഇനിയിപ്പോൾ ഈ ഒന്നുള്ളൂ ബാക്കിയൊക്കെ മുറിച്ചു. ഞങ്ങൾ ചെറുപ്പകാലത്ത് ഫുള്ള് ഒന്നും കൂടി അപ്പുറത്തുണ്ട് എന്ന് ആൾ പറയുന്നുണ്ട്, വേറെ ഇട്ടോ. അങ്ങനെ കുറേ മൂച്ചികളുണ്ടെങ്കിൽ ഒക്കെ മുറിച്ചു. ഇത് ഭയങ്കര ടേസ്റ്റിലെ മാങ്ങ, കിട്ടിയാൽ കാണിച്ചുതരാം ഭാഗ്യമുണ്ടെങ്കിൽ. ഇത് അവിടെ ഒരാൾക്ക് കിട്ടിക്കണേ. ഇതാണ് ആ നാട്ടുമാങ്ങ. CBIയിലെ ആൾക്കാരും കൂടി ഇത്രയൊക്കെ തിരഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ തിരയും മൂഞ്ചും. ഇതാണ് അവസ്ഥ. പണ്ട് നിങ്ങൾ കാറ്റടിക്കുമ്പോൾ കാത്തു നിൽക്കും, ചാടുമ്പോൾ വന്നുകാണ്ട് മത്സരിച്ച് വന്നെടുക്കണ കാലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കുട്ടികൾ കാണാറില്ല കേട്ടോ. മാങ്ങകളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ കേടാണ് ഗൈസ്. എല്ലാം എടുത്തു വെക്കും, എല്ലാം കേടാണ്. എന്താ ചെയ്യുന്നത്? കിട്ടാൻ ചാൻസ് തോന്നുന്നില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടേനെ, പക്ഷെ മാങ്ങ ഇല്ല. ഇവക്ക് 2 എണ്ണമൊക്കെ കിട്ടിയിരിക്കണം. ഒന്ന് എനിക്കാണ്, വേറെ മൂച്ചിൻ്റെ. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വെക്കാം. ഓക്കെ ഗൈസ്, ഇത് ഈ വീടിൻ്റെ റബ്ബറൊക്കെ വിട്ടുന്ന അട്ടപ്പരയാണ്. ഇതെന്തോ ബാത്റൂം എന്തോ ആണ്. അതാണ് കാണുന്നത് പണ്ടത്തെ ഒരു വീട്. അവിടെ ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല, അവരൊക്കെ മക്കളുടെ അടുത്തൊക്കെയാണ് നിൽക്കുന്നത്. വയസ്സായപ്പോൾ ഇതാ വേറൊരു മൂച്ചിയുണ്ട് പറഞ്ഞ മൂച്ചിയാണ്. ഇവിടെ ഇതാ വലിയത് പണ്ടൊന്നും ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മുറിച്ച് കളഞ്ഞു. ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ പച്ചയാണ് കേസ് ആറ്റിനോട്ട് വർക്ക് ചെയ്ത് കരിമ്പച്ച മാങ്ങ ഉണ്ടോ? ചതഞ്ഞു കടിച്ചോ കര. പുഴുവൊക്കെ ഉണ്ടെങ്കിൽ വിറ്റാമിനാണ്, നമ്മളൊക്കെ കഴിക്കും. അങ്ങനെ പണ്ടൊക്കെ എത്ര തിന്നിരിക്കുന്നു. പറ്റിച്ചു കഴിച്ചു അവളെ. ഞാൻ മാങ്ങ എറിഞ്ഞു പറ്റിച്ച്. ഇവിടെ ഒരു ഞാവൽപ്പഴം ഉണ്ടായിരുന്നില്ലേ അതിന്റെ മുകളിലല്ല നമ്മൾ കയറി കുത്തുന്നത്? ഇവിടെ ഒരു ഞാവൽപ്പഴം ഉണ്ടായിരുന്നല്ലോ, ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളതിന് കയറി പറിച്ചിനി. എനിക്കറിയോ, ഞങ്ങളൊക്കെ ബാല്യം ഒരു അടിപൊളിയിനി. നിങ്ങൾക്കൊക്കെ ഉണ്ടത് ഇല്ലല്ലോ? എൻ്റെ മൂഞ്ചി നിൽക്കണ് എന്താ പറയുക. ഷിഫേ ഉണ്ടണില്ല. കയറീന അണ്ടിൻ്റെ അപ്പം നടക്കോയിക്കോട്ടോ. ഞാനില്ല, എൻ്റെ അടുത്ത് ഒന്നുണ്ട്. ഓക്ക് വീണ്ടും ചാടി ഒന്ന് കിട്ടി. നോക്കി, ഇതാരോ എറിഞ്ഞതാ? അതിപ്പോൾ ആരറിഞ്ഞതാ? എന്തൊരു വൃത്തിയുടെ സ്വഭാവം എനിക്ക്. നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചപ്പോ നമ്മളെ മൂഞ്ചിപ്പിച്ച പോലെ. എന്റെ അമ്മോന്റെ തോട്ടാണ്. ഞങ്ങള് പണ്ട് ഓടിക്കളിച്ച സ്ഥലം. ഇവിടെ റബ്ബർ ഇനി, അപ്പൊ റബ്ബർ കവുങ്ങ് വെച്ചതാണ്. നല്ല സുഖം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ, ഭയങ്കര തണുപ്പാണ്. അടുപ്പിച്ച് വെച്ച, പക്ഷെ നല്ല ഭംഗിയാണ്. ഓരോരോ ആഗ്രഹങ്ങൾ. ഇതിൻ്റെ നടുക്കൊരു കുളക്കണേ ഇനി കുടിക്കേനെ. എന്തൊരു ഭംഗിയിലാണ് നിൽക്കണം നോക്കി. ഈ ഒരു ആംബിയൻസ് ആണ് എപ്പോഴും രസം. പാടത്തൊക്കെ കിണറുത്തിയതല്ലേ, അവസ്ഥ നല്ല ഉറവുണ്ടാവും. കാണുന്നുണ്ടോ? ഉറവ് വരുന്നത് കാണുന്നുണ്ടോ ഗൈസ്? നല്ല ഭംഗിയിലേ. ചെറിയ പണ്ടത്തെ ഒരു കുളയിന് കേട്ടോ. ഇതിലൊക്കെ ഞങ്ങൾ വന്നൊക്കെ നീരാടുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. ഈ പെണ്ണില്ലേ, ഈ പെണ്ണ് തിന്നുകണ്ടാക്കിയതാണ് ഇങ്ങനെ. മനുഷ്യന്മാർ കണ്ടാൽ എന്താ പറയും, എന്തൊരു വെളുപ്പിച്ചാലത് വലിച്ചെറിയടിയത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട് വീട്. ഇമ്മാൻ്റെ ഇവിടുത്തെ നാടമാങ്ങ മുറിച്ചണ്ടില്ലേ? എന്തിനാ മുറിച്ചത്? ഒരാവശ്യമില്ലേനു, അവിടെ ഇല്ലേനു ഒന്നും. അതും മുറിച്ചൂലേ? ഞങ്ങളൊരു ലോകമായിരുന്നു ഇത്. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഇപ്പം എല്ലാവരും അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല, എല്ലാവരും പല സമയത്തൊക്കെ വരും. ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം കൊണ്ടുപോകും. പുളി, ഈ പുളിമരത്തിൽ ഇവിടെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ കെട്ടും. പെട്ടെന്ന് പൊക്കിയ ചെടികൾ പോകുന്നു. എവിടെ ചെന്നാലും ചെടി ഒരു വീക്ക്നെസ്സാണ്. നമ്മൾ വലിയ കടമ്പ കടക്കാൻ പോകാം കേട്ടോ. വേലി പണ്ട് വേലിയൊക്കെ ചാടിക്കള്. അയ്യോ
ഓലൊക്കെ ചാടി അവിടെ എത്തി. കൊളത്തിയിട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ഓരോരുത്തരും ഓരോ വഴിക്ക് പോണതാ. അപ്പോൾ ഈ യാത്ര ഞങ്ങൾ പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കേട്ടോ. മാങ്ങ പെറുക്കല് എല്ലാം. അപ്പോൾ ഇതാ മിനി വ്ലോഗ് അവസാനിച്ചിട്ടോ. അത് അത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിലാണ് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ സംസാരിച്ചു എന്ന് തന്നെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.